ഹലോ, ഇന്ന് എന്ത് വീഡിയോ എടുക്കണമെന്ന് അറിയാതെ ഇങ്ങോട്ട് ആലോചിച്ചിരുന്നപ്പോഴാണ് റോട്ടിൽ ഉണങ്ങാനിട്ടിരിക്കുന്ന പുളി കണ്ടത്. എന്നാൽ പിന്നെ വൈകണ്ട, ഇന്നത്തെ തരം ഈ പുളി തന്നെ ആക്കിക്കളയാമെന്ന് അപ്പം തന്നെ വിചാരിച്ചു. ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിലായിട്ട് വർഷങ്ങളോളം പഴക്കമുള്ള ഒരു മുത്തശ്ശൻ പുളിമരമാണ് കേട്ടോ അത്. നോക്കണ്ട, എത്ര സൂക്ഷിച്ചു നോക്കിയാലും അതിൽ പുളിയൊന്നും കാണില്ല. കാരണം 2 ദിവസം മുമ്പ് മരത്തിൽ പുളിയൊക്കെ പറിച്ചാണ് കേട്ടോ. പിന്നെ ഏകദേശം പറിച്ച ദിവസം തന്നെ നമ്മൾ വിൽക്കുകയും ചെയ്തു കേട്ടോ കുറേ പുളി. കാരണം ഇപ്പോൾ പുളിക്ക് വലിയ ഡിമാൻഡാണ്. എവിടെയും പുളിമരം ഇപ്പോൾ കാണാനില്ലല്ലോ. നമ്മുടെ ഒരു പ്രശ്നമാണല്ലോ, ആദ്യം നമ്മുടെ മുമ്പിലുള്ള പുളിമരത്തിനേക്ക് അങ്ങോട്ട് വെട്ടിക്കളയും. അതിനുശേഷം പുളി വേണമെന്ന് പറഞ്ഞിട്ട് നാട് മുഴുവൻ എവിടെയെന്ന് അന്വേഷിച്ച് നടക്കും. അതാണല്ലോ മനുഷ്യൻ്റെ സ്വഭാവം. ഇവിടെ ഒരാൾ പുറകിലൂടെ വന്ന് ചാക്കിൻ്റെ അടുത്ത് നിൽക്കുന്ന മാത്രമേ കണ്ടുള്ളൂ. പുളിയെടുക്കലും കഴിഞ്ഞു, അതെടുത്ത് നക്കി നോക്കലും കഴിഞ്ഞു. ദുഷൂട്ടിക്കാണെങ്കിൽ പുളിപ്പ് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. എത്ര പുളിപ്പുള്ള സാധനം കൊടുത്താലും ആൾ അത് കഴിച്ചോളും. അങ്ങനെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാനൊക്കെ ചെയ്തിരുന്നതാണ്. കുറച്ച് പഴഞ്ചന എങ്കിലും നാട്ടിൻ പുറത്തുള്ള മിക്കവരും ഇത് ചെയ്തവരായിരിക്കും. ഇന്നത്തെ നമ്മുടെ കഥയുടെ ഹീറോ എന്ന് പറയുന്നത് പുളി തന്നെയാണല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത്യാവശ്യം വലിപ്പമുള്ള വലിയൊരു പുളി തന്നെ എടുത്തു. എന്നിട്ട് അതിൻ്റെ അടിഭാഗം തോട് പൊട്ടാത്ത തരത്തിൽ അതിന് പുളിന് ഊരിയെടുത്തിട്ട് 2 or 3 കഷ്ണം പുളിനെ തോടിനകത്തിട്ടു. ശേഷം കുറച്ച് ഉപ്പ്, കുറച്ച് വെള്ളം, ഈ 3 കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തു. അങ്ങനെ ഇതെല്ലാം കൂടി കുറേ സമയം അങ്ങോട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് നാക്കിലെടുത്ത് വെച്ച് നോക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതെല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്തായാലും എനിക്കിഷ്ടമാണ്, ദച്ചുട്ടിക്ക് ഇഷ്ടമായി. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളവരും ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.